എൻ്റെ പേര് ഫാത്തിമ ദീപ. ഞാൻ UG എക്കണോമിക്സ് ഗ്രാജുവേറ്റഡ് ആണ്. CUT ഞാൻ MA എക്കണോമിക്സ് മാത്രമായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത്, അത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എക്സാം പറയുകയാണെങ്കിൽ എക്സാം എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ നമ്മൾ എന്തായാലും വരും എന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തുനിന്നൊന്നും അല്ലാതെ ക്വസ്റ്റ്യൻസ് വരാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടായി. നമ്മൾ രണ്ടും വായിച്ച് അതിന്റെ മീനിങ്ങൊക്കെ മനസ്സിലാക്കിയത് കണക്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം ലാഗ് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ എന്നാലും ഒരു 75 to 85 ഇടയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗത്ത് യൂണിവേഴ്സിറ്റീസ് ആണ് മെയിൻലി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ഹൈദരാബാദ്, പോണ്ടിച്ചേരി ആണ് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തത്. പിന്നെ മൊത്തം CUT എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് സെന്റർ കിട്ടാന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പല സ്ഥലത്തും കിട്ടുന്നുണ്ട്, അതേമാതിരി NTA മെയിൽ അയച്ചാലും മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലംസ് കുറെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കിട്ടിയത്. സെഷന്റെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ട്രാവലിംഗ് ഡിഫിക്കൽട്ടീസ് കുറച്ചുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ പറ്റിയില്ല. പിന്നെ ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് കോച്ചിങ് ചേർന്നത് Prepwise-ലായിരുന്നു. Prepwise-ല് അത്യാവശ്യം നേരം ക്ലാസ്സും നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ്സിന്റെ നോട്ട്സും ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നു. ആ നോട്ട്സ് അതേപോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ടോപ്പ് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെന്ററും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് ടൈമിൽ അതെന്ത് ചെയ്യും, മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന അത്രയും നേരത്തെ അവര് ഇത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മെറ്റീരിയൽസ് തന്നെ ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിലും അത് കേട്ടു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ മെറ്റീരിയൽസിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ മൊത്തത്തിൽ ഓവറോൾ എക്സാം പറയുമ്പോൾ കുറച്ച് ടഫായി എന്നുള്ളത് ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കിയൊക്കെ ഇനി റിസൾട്ട് വരുമ്പോൾ കാണാം.